അതെ നമുക്കിനി KL7 ഉണ്ടാകും. നമ്മളിപ്പോ പൊള്ളാച്ചിയിലെ പെരിയ മാർക്കറ്റ് കാണാനായിട്ട് പോകണുണ്ട്. രാവിലെ ഇവിടെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇവിടെ പൊള്ളാച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ പെരിയ മാർക്കറ്റ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഹായ്, അപ്പോൾ നമ്മളിന്ന് പൊള്ളാച്ചിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിയേക്കണേണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് പെരിയ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കച്ചവട സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത് പല രീതിയിലുള്ള കച്ചവട സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ്. അതായത് കന്നുകാലി കച്ചവടം, പിന്നെ പച്ചക്കറികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കന്നുകാലി ഫാമൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, കാറ്റിൽ ഫാമൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പച്ചക്കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മാർക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ട് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഉള്ളി, സവാള, വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ളൊരു ഷോപ്പാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത്. ഇപ്പൊ തിരക്ക് കുറഞ്ഞോ? തിരക്ക് കുറവാണോ ഇപ്പൊ? തിരക്കിന് എന്താ പറയണേന്ന് അറിയില്ല. ആളുകൾ കുറവാണോ? ആളുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളല്ലേ, ടൈമായി വരണല്ലോ. ഓ, ഇതെവിടെ കൊടുക്കും? ഇതെന്തിനാ ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യണത്? ഷോപ്പിലേക്കാണോ? 1 രൂപ. ഹോട്ടലിലേക്കാണോ കൊടുക്കണം? ഞങ്ങള് രാവിലെ ഇവിടുത്തെ പെരിയ മാർക്കറ്റ് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയേക്കണേണ്. പക്ഷെ ഇവിടെ ഇപ്പം അധികം അങ്ങനെ തിരക്കൊന്നായി തുടങ്ങിയിട്ടില്ല. 4 മണിക്ക് തുടങ്ങുന്നതാണ് അറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭയങ്കര തിരക്കൊന്നും ആയിട്ടില്ല. ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളു. തക്കാളി 20 രൂപ. പീച്ചിങ്ങ 40 രൂപ. ഇതല്ല ഇവിടെ നിന്നാ കൊണ്ടുവരുന്നത്? അപ്പോൾ ഇവിടെ ഈ ലോക്കൽ ഏരിയാസ് തന്നെ കൊണ്ടുതന്നെയല്ലേ? ഇവിടെ നമ്മുടെ മറ്റേ ഇത് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന മുളകാണ് ഇരിക്കണം. ബജ്ജി മുളക് നമ്മുടെ നാട്ടിൽ ഇവരിവിടെ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ബജ്ജി മുളക് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ, ഇത് വെളുത്തുള്ളി എന്ത് ഇങ്ങനെ അടർത്തി വെച്ചേക്കണം? അതിന് അങ്ങനെ വെച്ചേക്കണം? ഓ, അവർ വരും. ഓർഡർ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ കട നടത്തുന്നവരുണ്ട്. ഇപ്പം ഈ കാണുന്നത് ഓട്ടോയിൽ കൊണ്ടുവന്നിട്ട് കൃഷി സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളെല്ലാം അവരിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നേരിട്ട് എടുത്തിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളും ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് ലേലം വിളിച്ച് പുറത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള കച്ചവടങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. എറണാകുളം ആണോ? നമ്മുടെ എറണാകുളത്ത് ചേട്ടന്റെ പേരെന്താ? വിൻസെന്റ് തോമസ്. കാക്കനാട് ഒന്നാണ് ഇവിടെ ചെയ്യണം. അപ്പൊ ഇത് ജനിച്ചു വളർന്നൊക്കെ അമ്മേന്റെ ഊര് അമ്മേന്റെ അവിടെ. ഇന്ന് അവിടെ ഉണ്ട്. അവരവിടെ ഉണ്ടോ? ജനിച്ചതൊക്കെ അവിടെ തന്നെ. പെണ്ണ് കിട്ടിയത് ഉണവക്കോട്. ഓ, ഫാമിലി അല്ലേ ഇവിടെ തന്നെ? ചേട്ടന്റെ വീടും ഫാമിലി ഇവിടെ ഉണ്ടോ? 2 കൊച്ചി, ഒന്ന് അലക്സാണ്ടർ, ഒന്ന് ജാൻഡി.
കുറച്ചുകൂടി നമ്മളിങ്ങനെ അകത്തേക്ക് കയറി വരാൻ നേരത്തേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും വലിയ വലിയ കടകളാണുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ പച്ചക്കറികളാണ്. ഇതുണ്ടോ, ക്യാപ്സിക്കം, കോളിഫ്ലവർ, അമരപ്പയർ, അങ്ങനെ. ഇതിൻ്റെ അകത്ത് തന്നെ വലിയ വലിയ ഷോപ്പ് ഇട്ടിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ, അതായത് പുറത്തുനിന്ന് വരുന്ന വീട്ടാവശ്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാരാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ പെട്ടിയോട്ടകളൊക്കെ അവിടെ കിടക്കുന്നത് ഒക്കെ അവരിവിടെ ലേലം ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ വണ്ടികളിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കടകളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ കടകളൊക്കെ നടത്തുന്ന ആൾക്കാർ വന്ന് അവരുടെ ഈ വണ്ടിയിൽ തന്നെ, ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള ആൾക്കാർ, അവർ അങ്ങനെ കുഞ്ഞു വണ്ടിയിലാണ് വന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ കണ്ടോ തക്കാളി, അത് അവർ കൃഷി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് തക്കാളി ഇപ്പൊ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കണേ കാണാം. ഇതിവിടെ ഇറക്കിയിട്ട് ലേലം തുടങ്ങാൻ പോണെയാണ്. അപ്പൊ അതിന് മുമ്പ് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ലേലം വിളിക്കാനുള്ള ഒരു കൂട്ടമാണ് അവിടെ മുന്നിൽ കാണണം നമ്മള്. അപ്പൊ ഇവരിതെല്ലാം ഇറക്കി കഴിയുമ്പോഴേക്കും ലേലം തുടങ്ങും. ഇവിടുത്തെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ലോക്കൽ ഏരിയാസിൽ നിന്നാണ്. അപ്പൊ ഇവിടുത്തെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ, കൃഷിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെ രാവിലെ തന്നെ ഇവരിവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഇറക്കിയിട്ട് പല പല സമയത്താണ്, ഓരോരോ ഇനങ്ങളാണ് തരംതിരിച്ച് പല സ്ഥലങ്ങളിൽ വെച്ചേക്കുവാണ്. അപ്പൊ അവിടെ ഏതാണോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ലേലം വിളിക്കുക, ലേലം വിളിച്ച സാധനങ്ങളായിട്ട് പോവാം. അങ്ങനെയാണ് രാവിലെ നടക്കുന്നത്. ഇപ്പൊ കണ്ടോ എല്ലാം സെറ്റ് ചെയ്യാണ് അവര്. അപ്പൊ ലേലം ഇവിടെ തുടങ്ങാൻ പോണുണ്ട്. നമുക്കിവിടെ കുറച്ചും കൂടി നീങ്ങി നിന്നിട്ട് കാണാം ഇവരെങ്ങനെയാണ് ഇതിങ്ങനെ ലേലം ചെയ്യുന്നത്. ഓരോ ബോക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, എന്ത് വിലയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. 300 രൂപ, 200 രൂപ, അറസ് സൂപ്പർ ടെക് അഞ്ച് കൊട്ട് 220 രൂപ, 220 രൂപ, 230 രൂപ, 230 രൂപ, 240 രൂപ, 40 രൂപ അറസ്. ഓരോ പെട്ടി കണക്കാണ്. അതൊരു പെട്ടിയാണ് ഇപ്പൊ ചേട്ടൻ ലേലം ചെയ്തത്, അതായത് ലേലം വിളിച്ചത്. 100 തുടങ്ങിയാണ് വിളി തുടങ്ങണേന്ന് തോന്നണേ. അപ്പൊ ഇത് കണ്ട ഈ ഒരു പെട്ടി 14-15 കിലോ ഉണ്ടാവും. അത് 100, 120 അങ്ങനെ പല പല റേഞ്ചിലായിരിക്കും പോകുന്നത്. നോക്ക് ഇവിടെ എഴുതി വെച്ചേക്കണുണ്ട്, ലേലം കഴിഞ്ഞതാണ്. അവരോരോ ലേലം ഉറപ്പിച്ചത് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചേക്കണം. അപ്പൊ ഇവിടെ അടുത്ത സ്ഥലത്തെ ലേലം വിളി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അത് അപ്പുറത്തെ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക, ഇപ്പുറത്തെ സ്ഥലത്തേക്ക് വന്നപ്പോഴേക്കും വേറെ ഒരു കൂട്ടം. ഇവിടെ ലേലം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടികൾ ഓരോ വില പറഞ്ഞിട്ടുണ്ട്. ആ വിലയിൽ നിന്നാണ് ഇവര് ലേലം വിളിക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് വിളിച്ച് ലേലം ഉറപ്പിക്കും. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. നമുക്കിപ്പോ ചായ കുടിച്ചിട്ടുണ്ട്. 2 ചായ. തക്കാളി ലേലം വിളിക്കണത് അവിടെ തകർക്കണാണ്. നമ്മളപ്പോ ഇവിടെ അതെ മാർക്കറ്റിന്റെ അരികിൽ തന്നെ ഒരു ചായ കട ഉണ്ട്. അപ്പൊ ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ബാക്കി ലേലം ചെയ്യുന്ന ആഴ്ചകളൊക്കെ കാണാട്ടോ. കൃഷിയുണ്ടോ? സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുപോയാണ്? ഇതൊക്കെ ഇവിടെ സ്ഥലത്തിന് ഇവിടെ എല്ലാം തോട്ടം ഇരിക്കും. സ്ഥലത്തിന്റെ പേര് ഇത് ചെന്നിയൂർ, ആദിയൂർ, ഇങ്ങനെയൊക്കെ. ചൂരക്കല്ല്, ശെട്ടിപ്പാളയം, വടക്കുപാളയം, അവിടെയൊക്കെ ഒരു ചിന്ന ചിന്ന ഗ്രാമം. അവിടെ നിന്ന് കൊണ്ടുതന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അവര് രൂപയ്ക്ക് 10 പൈസ എന്നിട്ട് ഇവിടെ നിന്ന് കേരളത്തിലായിട്ടൊക്കെ പോകുമല്ലേ? കേരളം ഒന്ന് ഇങ്ങനെ പൂനഗരം, തത്തമംഗലം, നെന്മാര, വടക്കഞ്ചേരി, കൊല്ലംകോട് അത് പോകും. അപ്പടി അടിച്ചാൽ ആലത്തൂർ ലൈനുക്ക് പോകും. കൊച്ചിയിലാട്ടൊക്കെ ഉണ്ടോ? കൊച്ചിയിലാട്ടൊക്കെ പോകും. കൊച്ചി ആട്ട് വന്നിട്ട് അവിടെ സ്റ്റാൻഡിൽ இருந்தாൽ പോകും. കൊച്ചി പോകുന്നില്ല. പിന്നെ ഇരുന്നിട്ട് മട്ടഞ്ചേരിക്ക്
മട്ടഞ്ചേരി പോകും. ഇവിടെ ഇരുന്നിട്ട് വണ്ടി റെയിലറായിട്ട് മട്ടഞ്ചേരി പോകും, ഐലൻഡ് പോകും. വലിയ വണ്ടിയല്ലേ ട്രെയിലർ? ട്രെയിലർ അതാ മട്ടഞ്ചേരി ഐലൻഡ്. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം. മലയാളം. തിരുവനന്തപുരം, കൊച്ചി, നമ്മൾ പാലക്കാട്. ഇത് ഇവിടെ നിന്ന് വാങ്ങി വീടുകളിൽ കൊണ്ടേ വിൽക്കും. ഊർക്കൊക്കെ കൊണ്ടേ വിൽക്കും. മനസ്സിലായോ? കേരള പോണ വണ്ടി. ഇതെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന പച്ചക്കറികൾ കയറ്റി പോകുന്ന ഇതാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് വന്നേക്കണ വണ്ടികളാണ്. KL 9 കണ്ട KL 9 ഇവരിവിടെ ഒന്ന് ലേലം വിളിച്ചിട്ട് കേരളത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയായി ഇരിക്കണേ. ഇവിടെ ഒന്നും ആയിട്ടില്ല, അവര് ലേലം വിളിക്കാൻ പോയിട്ടുള്ളൂ. വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയിക്കുന്നത് KL 53. അതെ, നമുക്കിനി KL 7 ഉണ്ടാകും. 7 43. ദേ കാണുന്നേക്ക ചെറിയ കച്ചവടക്കാരുടെ വണ്ടികളാണ് കേട്ടോ. ഭാരവണ്ടി മൊത്തം വണ്ടി കിടക്കണായിട്ട് കിട്ടുമല്ലോ. ഇത് തേങ്ങ ദേ തക്കാളി കഴിഞ്ഞു. ഇവിടെ ഇനിയിപ്പത്തെ തേങ്ങ കൊണ്ടുവന്ന് വണ്ടികളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ലേലം വിളിക്കാനുള്ള ആൾക്കാരൊക്കെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഇനി തേങ്ങയാണ് ലേലം വിളിക്കാനായിട്ട് പോകുന്നത്. തേങ്ങയുടെ സെക്ഷനാണിത്. കുറേ ആളുകൾ ചാക്കൊക്കെ ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. തേങ്ങയെല്ലാം എന്തേ കൂട്ടം കൂട്ടൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഓരോ സെറ്റാക്കി വെച്ചേക്കുന്നത്. KL 58. കൂടുതലാണ് ഇപ്പൊ. ഇതിപ്പോ ഓപ്പൺ ആയി, കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്താണ് ഓപ്പൺ ആയത്. ആ സമയത്തൊക്കെ വലിയ പ്രശ്നം ഇവിടെ മാർക്കറ്റിലൊക്കെ. ഞങ്ങൾ എറണാകുളം, കൊച്ചി, കുമ്പളങ്ങി എന്ന് പറയും. കുമ്പളങ്ങി ആയിട്ടല്ല, ഞങ്ങളുടെ. എത്ര മണിയൊക്കെ ആകുമ്പോ വന്നതാ നിങ്ങൾ ഇവിടെ? 4 മണിയാകുമ്പോ വരുന്നതല്ലേ? എന്നിട്ട് ഇനി ഇപ്പൊ എത്തും. ഓക്കെ. നഷ്ടമാണല്ലേ? നല്ല പാവ കേക്ക് ഞങ്ങൾ 8 രൂപയ്ക്ക് എടുത്തോണ്ടിരുന്നു. 30 രൂപ. എന്നാ ശരിക്കും നല്ല തിരക്കുള്ള ദിവസം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ വില കൂടിയതുകൊണ്ടാണ്. വില കൂടിയില്ലേ? വില കൂടുതലുണ്ട്. സ്ഥലം ഉണ്ടാവില്ല. സാധനം കുറവാണ്, അതുകൊണ്ട് വില കൂടി. ശരി. ഒരു വാഴക്കൊലൊക്കെ 125. വേണോ? എന്ത് പഴമാണ്? 165. എന്ത് പഴമാണത്? കർപ്പൂരവള്ളി. കർപ്പൂരവള്ളി. ഒരു കൊലക്ക് എന്ത് വില വരും? വേലം പോകുന്നത് അതെ, ഇവിടെ ഈ ഒരു സൈഡില് നേത്രക്കായ, പിന്നെ മറ്റു വാഴക്കൊലകളാണ് കേട്ടോ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്ഷനായിട്ട് പല പല തരത്തിലുള്ള വാഴക്കൊലകൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ 25 രൂപ കിലോ, ഞങ്ങളുടെ അവിടെ 25 രൂപ 1 കിലോ. അപ്പൊ ഇങ്ങനെ ഒരു 17-18. ഇത് കണ്ട വെളുത്തുള്ളിയൊക്കെ ഇവരിവിടുത്തെ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്കണേണ്. വെളുത്തുള്ളി മാത്രം വെക്കണ ഒരു കടയാണ് കേട്ടോ ഇത്. പല പല സൈസിലുള്ള വെളുത്തുള്ളികളാണ്. ചെറുതുണ്ട്, വലുതുണ്ട്. ഒന്നിച്ചൊക്കെ വന്ന് വെളുത്തുള്ളി എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വെളുത്തുള്ളി മാത്രമുള്ള കടകൾ. ഇത് കണ്ട ഓരോ സഞ്ചിക്കെട്ട് ഇങ്ങനെ നിറച്ച് വെച്ചേക്കണം. ഇവിടെ നിന്നിട്ട് ആളുകൾ കൊണ്ടുപോകുമോ? കൊച്ചി, തൃശ്ശൂർ, വടക്കഞ്ചേരി എല്ലാം ഇങ്ങനെ കച്ചവടം വാങ്ങിക്കും. ഇന്നിപ്പോ കുറവാണ് ആള്. കുറവ്.
10 മണിയാകുമ്പോ സ്റ്റാർട്ട് ആവും അല്ലേ? 10 മണി അപ്പൊ എന്തിങ്ങനെ എഴുതി വെച്ചേക്കണത്? എഴുതി ഇങ്ങനെ വെച്ചേക്കണത് ഇത് കൊണ്ടുവന്നേക്കണ ആക്കടെ പേര്. ഓ, ഇവിടെ കൊണ്ടുവന്ന് തന്ന விவசாயி கொண்டு வந்து வைப்பாங்க, அவங்க பேர் எழுதி வைப்பாங்க. ഇനി ഇത് ലേലം ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കും. ഏലം ചെയ്തിട്ട് പാർട്ടി എടുക്കും. പാലക്കാട് പാർട്ടി, ഗുരുവായൂർ പാർട്ടി, മറ്റേ ലോക്കൽ പാലക്കാട് ഗുരുവായൂർക്കൊക്കെ പാർട്ടി. ഇത് എന്ത് തരം പഴമാണ് ഇതെല്ലാം ശരിക്കും? ഇത് ചെറുകായ്മ. ചെറുകായ് ചെറുപഴം. ചെറുപഴം, ഞങ്ങൾ ചെറുപഴം എന്ന് പറയണം. ചാരക്കൊന്ന. ഇത് ചെറുപഴം, ഇത് ചാരക്കണ്ണ. അത് നമ്മളുടെ നാട്ടിലുള്ള ചെറുപഴം നമ്മ പറയൂലേ, ആ പഴമാണ് അത്. ഇതാണ് ചാരക്കണ്ണ. ഇത് മറ്റേതല്ലേ നമ്മുടെ റോബസ്റ്റ ആണല്ലേ? ഓ, അതാണ് ഇത്ര നീളം. ഇത് റോബസ്റ്റ. അപ്പോൾ നമ്മൾ ഇന്ന് പെരിയ മാർക്കറ്റിലെ ഒരുപാട് പെരിയ കച്ചവടക്കാരെയും ചെറിയ കച്ചവടക്കാരുണ്ട് കേട്ടോ. പെരിയ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ ചെറിയ കച്ചവടക്കാരുണ്ട്, വലിയ കച്ചവടക്കാരുണ്ട്. അതായത് ചെറുകിട വീടുകളിൽ നടന്ന് കച്ചവടം ചെയ്യുന്നവർ മുതൽ കേരളത്തിലേക്കും തമിഴ്നാട്, ഇവിടെ പാലക്കാട് ഏരിയ അല്ലെങ്കിൽ ഈ പൊള്ളാച്ചിയായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കും എല്ലാം ഇവിടെ പച്ചക്കറികളും ഇങ്ങനത്തെ കായ്കനികളെല്ലാം കയറ്റി വിടുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ലോക്കൽ ഏരിയയിൽ തന്നെയാണ് ഇവരതെല്ലാം കൃഷി ചെയ്യുന്നത്. ഈ പൊള്ളാച്ചിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്ന ചെറിയ ഗ്രാമപ്രദേശങ്ങൾ, അവിടെ നിന്നാണ് രാവിലെ ഇതെല്ലാം ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവർ അവരുടെ ഒരു വില പറഞ്ഞ് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ വെച്ച് ലേലം വിളിച്ച് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടും. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ കേരളത്തിലുള്ള കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി വന്ന സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ KL എന്ന് എഴുതിയേക്കണ കണ്ടപ്പോൾ ആ വണ്ടിക്കാരോട് സംസാരിച്ചപ്പോൾ അവർ കൊല്ലംകോടെന്ന് വന്നേക്കുന്ന ആളുകളായിരുന്നു. പിന്നെ മട്ടാഞ്ചേരി, കൊച്ചി ഭാഗങ്ങളിലേക്കൊക്കെ കയറ്റി വിടുന്നുണ്ട് ഇവിടെ. അത് ചെറിയ വണ്ടിക്കല്ല, വലിയ ലോറികൾക്കാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിക്കാരെ നമ്മൾ കണ്ടില്ല. വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ ഡ്രൈവർമാരെ ആരെയും നമ്മളങ്ങനെ കണ്ടില്ല. പക്ഷേ ചെറിയ ഓട്ടോന് വന്നേക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പാലക്കാട്, കൊല്ലംകോട്, പിന്നെ ഗുരുവായൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ സാധാരണ ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കാനും അവരുടെ കച്ചവടത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഈ കാഴ്ചകളും വിശേഷങ്ങളും പെരിയ മാർക്കറ്റിലെ പെരിയ കാഴ്ചകളും ചെറിയ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൊള്ളാച്ചിയിലെ ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.